കൊങ്കൺ റെയിൽവേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ പദ്ധതികളിലൊന്നാണ്. മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ റെയിൽവേ ലൈൻ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ ഗതാഗത സംവിധാനത്തിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചു. 1998-ൽ പ്രവർത്തനം ആരംഭിച്ച കൊങ്കൺ റെയിൽവേ, ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും വെല്ലുവിളിയേറിയ പ്രോജക്ടുകളിൽ ഒന്നായിരുന്നു. കാരണം അതിന്റെ ഭൗമഭാഗം ഏറെ പർവ്വതമയവും നദികൾ, വനങ്ങൾ, തടാകങ്ങൾ എന്നിവയാൽ നിറഞ്ഞതുമായിരുന്നു. നിർമ്മാണ ചരിത്രം 1960കളിൽ കൊങ്കൺ മേഖലയിൽ റെയിൽവേ പാതയില്ലാത്തതുകൊണ്ടുള്ള ഗതാഗത പ്രയാസങ്ങൾ വലിയ വിഷയമായിരുന്നു. ഇത് പരിഹരിക്കാനായാണ് 1990-ൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ (KRCL) രൂപീകരിച്ച് 1998-ൽ 738 കിലോമീറ്റർ നീളമുള്ള ഈ റെയിൽവേ ലൈൻ നിർമ്മിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. പദ്ധതി പൂർത്തിയാക്കാൻ 7 വർഷം എടുത്തുവെങ്കിലും അതിന്റെ സാങ്കേതിക സവിശേഷതകളും എഞ്ചിനീയറിംഗ് അതിമാനുഷതയും ഇന്ന് അതിനെ ഒരു ആധുനിക അത്ഭുതമായി കണക്കാക്കാൻ ഇടയാക്കുന്നു. സവിശേഷതകൾ: നീളം 738 കിലോമീറ്റർ. സംസ്ഥാനങ്ങൾ: മഹാരാഷ്ട്ര, ഗോവ, കർണാടക. പേർക്കെട്ടുകൾ: 91 ടണലുകൾ, 1800-ലധികം പാലങ്ങൾ. പ്രധാന സ്റ്റേഷനുകൾ: മുംബൈ, രത്നഗിരി, മഡ്ഗാവോ, ഉഡുപ്പി, മംഗളൂരു. ത്വരിതഗതിയിലുള്ള തീവണ്ടികൾ: കൊങ്കൺ റെയിൽവേ വഴി നിരവധി എക്സ്പ്രസ് ട്രെയിനുകളും ലോക്കൽ പാസഞ്ചർ ട്രെയിനുകളും ഓടുന്നു. തീവണ്ടികളുടെ വേഗത വർദ്ധിപ്പിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും ഏറ്റവും പുതിയ സാങ്കേതികവിദ്യകൾ ഈ റൂട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രയോജനങ്ങൾ: കൊങ്കൺ മേഖലയിലെ യാത്രക്കാർക്കും വ്യാപാരത്തിനും വൻ ഗുണം ചെയ്തു. മുംബൈയെയും ദക്ഷിണേന്ത്യയെയും തമ്മിൽ ഗതാഗത സൗകര്യത്തോടെ ബന്ധിപ്പിച്ചു. കടലോര പ്രദേശങ്ങളിലെ കാർഷിക, മത്സ്യബന്ധന, വിനോദസഞ്ചാര മേഖലകൾക്ക് വലിയ ഉണർവ് നൽകി. നിർമ്മാണത്തിനിടെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. സാധ്യമായ വെല്ലുവിളികൾ: മഴക്കാലങ്ങളിൽ മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം മുതലായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരക്കേറിയ മാസങ്ങളിൽ ടിക്കറ്റുകൾ ലഭ്യമാകുന്നത് ഒരു വെല്ലുവിളിയാണ്. പരിസ്ഥിതിയുമായുള്ള സംരക്ഷണ പ്രശ്നങ്ങൾ ഇപ്പോഴും ചർച്ചയാകുന്ന വിഷയങ്ങളിലൊന്നാണ്. കൊങ്കൺ റെയിൽവേ അതിന്റെ ആശയം മുതൽ നിലവിലെ പ്രവർത്തനം വരെയുള്ള ഘട്ടങ്ങളിൽ ഇന്ത്യയുടെ റെയിൽവേ ചരിത്രത്തിൽ ഒരു വലിയ നേട്ടമായി മാറിയിരിക്കുകയാണ്. പുതിയ തീവണ്ടികളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും വരും വർഷങ്ങളിൽ ഈ റൂട്ടിന്റെ പ്രാധാന്യം കൂടുതൽ ഉയർത്തിക്കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ്.